ഹലോ ഗൈസ്, നമ്മൾ അവസാനമായിട്ട് കണ്ടു നിർത്തിയത് നമ്മുടെ യോഹാൻ അവന്റെ ചേട്ടനുമായിട്ട് നമ്മുടെ മീഹോയുടെ വീട്ടിലേക്ക് വരുന്നതായിരുന്നു. അതേസമയം നമ്മുടെ മീഹോയും അവളുടെ ഫ്രണ്ടിനെ കണ്ടിട്ട് അവളും ഇങ്ങനെ വിഷമിച്ച് അകത്തേക്ക് കയറി വരും. ഇത് കണ്ട് നമ്മുടെ യോഹാനും അവന്റെ ചേട്ടനെ ഇങ്ങനെ മീഹോയ്ക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണ് നമ്മുടെ മീഹോയും അവളുടെ വിഷമങ്ങളൊന്നും പറയാതെ അവളും ഇങ്ങനെ ചിരിച്ചിട്ട് റൂമിനകത്തേക്ക് കയറി പോകുന്നത്. ഇതേസമയം നമ്മുടെ യോഹാനും അവന്റെ ചേട്ടനെ റൂമിനകത്തേക്ക് വിളിച്ചോണ്ട് പോയിട്ട് അവർ രണ്ടുപേരും മാത്രം ഒറ്റയ്ക്ക് താമസിക്കാൻ വേണ്ടി ഒരു പുതിയ വീട് കണ്ടുപിടിച്ച് നാളെ അവിടെ പോവാന്ന് അവനിങ്ങനെ ചേട്ടനോട് പറഞ്ഞുകൊണ്ടിരിക്കും. എന്നിട്ട് അവർ രണ്ടുപേരും ഉറങ്ങുമ്പോഴാണ് നമ്മുടെ യോഹാന്റെ ചേട്ടൻ മാത്രം എഴുന്നേറ്റ് നമ്മുടെ മീഹോയുടെ മുറിയിലേക്ക് വരുന്നത്. കാരണം നമ്മുടെ പാർക്ക് നമ്മുടെ യോഹാന്റെ ചേട്ടനോട് പറഞ്ഞു കാണും, വൂൾഫ് ഡീമനെ ഇരുന്ന് പിന്നെയും മനുഷ്യനാവാൻ നീ ആ യങ്ഷിയെ കൊല്ലണം. അതായത് നമ്മുടെ മീഹോയാണ് നമ്മുടെ പാർക്ക് പറയുന്നത്. അതും വിശ്വസിച്ച് നമ്മുടെ യോഹാന്റെ ചേട്ടനും മീഹോ ഇങ്ങനെ കൊല്ലാൻ പോകുമ്പോഴാണ് അവർ രണ്ടുപേരുടെ നടുക്ക് ഒരു ഷീൽഡ് ഇങ്ങനെ ഇരിക്കുന്നത്. അതേസമയം നമ്മുടെ വാനോ അവിടെ വന്നിട്ട് നമ്മുടെ യോഹാന്റെ ചേട്ടനുമായിട്ട് ഇങ്ങനെ ഫൈറ്റ് ചെയ്തോണ്ടിരിക്കും. ഈ ശബ്ദമെല്ലാം കേട്ട് നമ്മുടെ യോഹാനും വന്ന് നോക്കുമ്പോഴാണ് വാൻ യോഹാന്റെ ചേട്ടനെ ഇങ്ങനെ കൊല്ലാൻ പോകുന്നത്. ഇത് കണ്ടിട്ട് അവൻ പെട്ടെന്ന് നമ്മുടെ വാനിനെ തടഞ്ഞ് അവന് പറയാനുള്ള സംഭവം എന്താന്ന് വാനിനെ മനസ്സിലാക്കാൻ പറയും. എന്നാൽ ഇതൊന്നും നമ്മുടെ വാൻ കേൾക്കാതെ നമ്മുടെ യോഹാനെ വലിച്ചെറിഞ്ഞ് നമ്മുടെ യോഹാന്റെ ചേട്ടനെ ഇങ്ങനെ കൊല്ലാൻ പോകും. എന്നാൽ അതേസമയം നമ്മുടെ പാർക്ക് അവിടെ വന്ന് നമ്മുടെ വാനിനെ അടിച്ചിട്ട് അവരും വാനിന്റെ കഴുത്തി പിടിച്ചിട്ട് പറയും, നീ ഇപ്പോഴും ആ മീഹോയെ രക്ഷിക്കാൻ നോക്കുവല്ലേ, നിനക്കിപ്പോ എന്നെ ഒരിക്കലും ജയിക്കാൻ പറ്റത്തില്ല. കാരണം നീ അവളെ സ്നേഹിച്ച് നീ മനുഷ്യനാകാൻ തീരുമാനിച്ച്, അതുകൊണ്ട് നിന്റെ ശക്തിയും കുറഞ്ഞു വരുന്നു. നീ എന്റെ കൂടെ നിന്നാ ഞാൻ നിന്നെ കൊല്ലത്തില്ല. നീ മീഹോയ്ക്കാണ് സപ്പോർട്ടെങ്കിൽ ഞാൻ നിന്നെ കൊല്ലും. ഇനി തീരുമാനം നിന്റെയാ എന്നിങ്ങനെ പറഞ്ഞിട്ട് പാർക്ക് അവിടെ നിന്ന് പോകും. ഇതേ സമയം നമ്മുടെ മീഹോയും കുളിച്ചിട്ട് വരുമ്പോഴാണ് അവിടെയുള്ള സാധനങ്ങളെല്ലാം പൊട്ടിച്ചിതറി കിടക്കുന്നത്. ഇത് കണ്ടിട്ട് നമ്മുടെ മീഹോയും യോഹാനോട് ചോദിക്കും, ഇവിടെ എന്തുവാ നടന്ന്? അപ്പൊ നമ്മുടെ യോഹാനും പറയും, ഞാനെല്ലാം വന്നിട്ട് പറയാം, എനിക്കൊരു സ്ഥലം വരെ പോകണം എന്നിങ്ങനെ പറഞ്ഞ് നമ്മുടെ യോഹാനും അവിടെ നിന്ന് പോകും. എന്നിട്ട് അവന്റെ ചേട്ടനടുത്ത് പോകുമ്പോഴാണ് അവന്റെ ചേട്ടനും നമ്മുടെ യോഹാനോട് പറയുന്നത്, ഞാൻ എപ്പോഴാ ഈ വൂൾഫ് ഡീമനായ മാറിയെന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ നീ ഇപ്പോ എന്നെ കൊന്നേ പറ്റൂ എന്നിങ്ങനെ പറഞ്ഞ് നമ്മുടെ ചേട്ടനും യോഹാനോട് ചോദിച്ചോണ്ടിരിക്കും. എന്നാൽ നമ്മുടെ യോഹാനും അവന്റെ ചേട്ടനെ കൊല്ലാൻ പറ്റാതെ അവനും അവന്റെ ശക്തി ഉപയോഗിച്ച് ചേട്ടനെ രക്ഷിക്കാൻ നോക്കുമ്പോഴാണ് നമ്മുടെ യോഹാനും ഒന്നും ചെയ്യാൻ പറ്റാത്തത്. ഇതെല്ലാം കണ്ട് നമ്മുടെ യോഹാനും ഇരുന്ന് ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കും. എന്നാൽ ഇതേ സമയം നമ്മുടെ വാനും അവനും എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് അവന്റെ സ്ഥലത്തേക്ക് പോകാൻ നോക്കുമ്പോഴാണ് അവിടെ ഒരു മാൻ വരുന്നത്. ഇത് കണ്ട ഉടൻ അവനും ആ മാനിനെ ഫോളോ ചെയ്ത് അവന്റെ സ്ഥലത്തേക്ക് അങ്ങ് പോകും. ഇതേ സമയം നമ്മുടെ മീഹോയും അവളുടെ ഫ്രണ്ടിനെ പോയി നോക്കുമ്പോഴാണ് അവളുടെ ഫ്രണ്ട് ഇരുന്ന് കരഞ്ഞോണ്ടിരിക്കുന്നത്. ഇത് കണ്ടിട്ട് നമ്മുടെ മീഹോയ്ക്ക് സഹിക്കാൻ പറ്റാതെ അവളും വാനിനെ കാണാൻ വരും. എന്നിട്ട് അവളും അവളെ ചുറ്റി നടക്കുന്ന കാര്യങ്ങളൊക്കെ എന്തുവാന്ന് പറഞ്ഞ് നമ്മുടെ വാനോട് അവൾ ആരാന്ന് ചോദിക്കും. അപ്പോഴാണ് നമ്മുടെ വാനും അവളുടെ ഇതിനു മുമ്പത്തെ ജന്മത്തില് അവളുടെ പേര് യങ്ഷിയാന്നും അവൾ ഈ ഡീമൻസിനെ എല്ലാം കൊല്ലാൻ വന്ന ഒരു പെണ്ണാന്നും പറയും. ഇത് കേട്ട് നമ്മുടെ മീഹോയും, അപ്പൊ ഞാൻ ഈ ഡീമൻസിനെ കൊല്ലാൻ വന്നയാണെങ്കിൽ നീ ആരാ, നിന്റെ വിധി എന്തുവാ എന്നിങ്ങനെ ചോദിക്കുമ്പോഴാണ് നമ്മുടെ വാനും മനസ്സിൽ വിചാരിക്കുന്നത്, എന്റെ വിധി ഞാൻ നിന്നെ പിന്നെയും കൊന്ന് അതും വിചാരിച്ച് ഞാൻ ജീവിക്കാനുള്ളതാ. പക്ഷെ ഇതൊന്നും നമ്മുടെ വാൻ നമ്മുടെ മീഹോയോട് പറയാതെ അവനൊരു പ്രോമിസിന് വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കാന്ന് പറയും. ഇതെല്ലാം കേട്ട് നമ്മുടെ മീഹോയും പറയും, അപ്പൊ ഞാൻ യങ്ഷിയായിട്ട് മാറിയ എല്ലാ പ്രശ്നങ്ങളും തീരുമെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും യങ്ഷിയായിട്ട് മാറും എന്നിങ്ങനെ അവളും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ വാന്റെ വായിരുന്ന് ഫുള്ള് ബ്ലഡ് വരും. ഇത് കണ്ടിട്ട് നമ്മുടെ മീഹോയും വാനിനെ തൊടാൻ പോകുമ്പോഴാണ് വാനും തൊടണ്ടെന്ന് പറയുന്നത്. എന്നിട്ട് അവനും പറയും, ഇത് നീ കാരണമല്ല, ഇത് എന്റെ വിധിയാ എന്നിങ്ങനെ പറഞ്ഞിട്ട് വാൻ അവിടെ നിന്ന് പോകും. അതിനുശേഷം നമ്മുടെ മീഹോയും ഒരാളെ ഫോൺ വിളിച്ചിട്ട് യങ്ഷിയെ പറ്റി വല്ല കാര്യം അറിയാമെന്ന് ചോദിക്കും. അപ്പോഴാണ് അയാളും നമ്മുടെ യുഞ്ചിയുടെ അമ്മൂമ്മയുടെ അടുത്തേക്ക് നമ്മുടെ മീഹോയെ പറഞ്ഞു വിടുന്നത്. അമ്മൂമ്മയെ കണ്ടിട്ട് മീഹോയും അവൾക്ക് അറിയാനുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കും. അതിന് അമ്മൂമ്മയും പണ്ടുകാലത്ത് ഡീമൻസിനെ എല്ലാം കുറെ ശില്പത്തിനകത്ത് പൂട്ടിവെച്ച് അത് ചെയ്തതെല്ലാം യങ്ഷി എന്ന് പറയുന്ന ഒരു പെണ്ണ. പക്ഷെ ഇപ്പോ ഈ ഡീമൻസിനെ എല്ലാം ഒരാൾ ഇങ്ങനെ പുറത്തു വിട്ടോണ്ടിരിക്കുക. അതിനെ തടയാൻ വേണ്ടി ആ യങ്ഷി പിന്നെയും വന്നേ പറ്റൂ. ആ യങ്ഷി വേറെ ആരുമല്ല, നീ തന്നെ. പിന്നെ നിനക്ക് മാത്രമേ ആ ഡീമൻസിനെയും വാനിനെയും രക്ഷിക്കാൻ പറ്റൂ. ഇത് കിട്ടുന്ന നമ്മുടെ മീഹോയും പറയും, പക്ഷെ എനിക്ക് എങ്ങനെ യങ്ഷിയുടെ ശക്തി തിരിച്ചെടുക്കണ്ടെന്ന് ഒരു പിടുത്തവുമില്ല. അപ്പൊ അമ്മൂമ്മയും അവളുടെ നെഞ്ചത്തുള്ള ആ പാട് കാണിച്ചിട്ട്, നീ ബെഞ്ചുള്ളയെ കണ്ടപ്പോൾ നിനക്കൊരു ശക്തി ഫീൽ ആയില്ലേ? ഇത് കിട്ടുന്ന നമ്മുടെ മീഹോയും ഞെട്ടിയിട്ട്, അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അപ്പൊ ഞാൻ യുഞ്ചിയുടെ ഫ്രണ്ടിനെ രക്ഷിക്കാൻ വേണ്ടി കുറെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴാ ആ ശക്തി പുറത്തു വന്നത്. ഇത് കേട്ട് അമ്മൂമ്മയും പറയും, എനിക്ക് എല്ലാം അറിയാം, പിന്നെ ആ ശക്തി പുറത്തു വരാൻ വേണ്ടി എനിക്ക് ഹെൽപ്പ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, അത് നീ തന്നെ കണ്ടുപിടിക്കണം എന്നിങ്ങനെ ഇവര് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അതേസമയം നമ്മുടെ യുഞ്ചിയും അവിടെ വരുന്നത്. എന്നിട്ട് യുഞ്ചിയും നമ്മുടെ അമ്മൂമ്മയെ വിളിച്ചിട്ട് അവിടെ നിന്ന് പോകും. അതിനുശേഷം നമ്മുടെ അമ്മൂമ്മയും വാനിനെ കാണാൻ വന്നിട്ട്, നീയാ എല്ലാവരും രക്ഷിക്കണ്ട, പക്ഷെ നീ തന്നെ ഇപ്പൊ വിഷമിച്ച് ഈ സ്ഥലത്ത് തന്നെ കിടക്കുക, നീ ഇങ്ങനെ ഇരിക്കുന്ന അറിഞ്ഞോണ്ടാ ഞാൻ നിന്നെ കാണാമെന്ന്. ഇത് കിട്ടും നമ്മുടെ വാനും ഒന്നും പറയാതിരിക്കും. അപ്പോഴാണ് നമ്മുടെ അമ്മൂമ്മയും പറയുന്നത്, ആ മീഹോ എന്നെ കാണാൻ വന്നായിരുന്നു, അവൾക്ക് ശക്തി എങ്ങനെ തിരിച്ചു കിട്ടുമെന്ന് അവൾ എന്നോട് ചോദിച്ചു എന്നിങ്ങനെ ഇവർ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ വാനിന് അവരെ ആരോ വിളിക്കുന്നതായിട്ട് ഇങ്ങനെ ശബ്ദം കേൾക്കും. അപ്പോഴാണ് അതേസമയം നമ്മുടെ യോഹാനും വാനിനെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പെട്ടെന്ന് നമ്മുടെ വാനും യോഹാനെ അടിച്ചിട്ടിട്ട്, നീ കാരണം മീഹോ ഇന്നലെ മരിച്ചാന് എന്നിങ്ങനെ പറയുമ്പോഴാണ് നമ്മുടെ യോഹാനും പറയുന്നത്, എനിക്ക് നിന്നെ പോലെ ജീവിക്കണം, നിന്നെ പോലെ മാറേണ്ട എങ്ങനെയാന്ന് നീ എനിക്ക് പറഞ്ഞ. ഇത് കിട്ടും നമ്മുടെ വാനും അവന്റെ ദേഹത്തിരുന്ന് കൈയെടുത്തിട്ട്, എന്നെ
എന്നെ പോലെ നിനക്ക് മാറാൻ പറ്റത്തില്ല, നിന്റെ വിഷമം എനിക്ക് മനസ്സിലാവുന്നു, പക്ഷെ എന്നെ പോലെ മാറിയ നിന്റെ വിഷമം കൂടത്തേ ഉള്ളൂ. ഇത് കിട്ടും നമ്മുടെ യോഹാനും അവന്റെ ചേട്ടനെ മാറ്റാൻ വേണ്ടി നമ്മുടെ വാനിനോട് സഹായം ചോദിക്കും. അപ്പൊ നമ്മുടെ വാനും പറയും, അത് നിന്റെ ചേട്ടനല്ല, അത് എന്നെക്കാളും നിനക്ക് നല്ലോണം അറിയാം, അവനെ നിനക്ക് രക്ഷിക്കാൻ പറ്റത്തില്ല എന്നിങ്ങനെ പറഞ്ഞ് വാൻ അവിടെ നിന്ന് പോകും. അതിനുശേഷം നമ്മുടെ യോഹാനും നമ്മുടെ മീഹോയോട് വന്ന് അവന്റെ ചേട്ടനാ ഇതൊക്കെ ചെയ്തതെന്ന് പറഞ്ഞ് എല്ലാ സത്യങ്ങളും നമ്മുടെ മീഹോയോട് പറയും. അപ്പൊ നമ്മുടെ മീഹോ ഇങ്ങനെ ഷോക്കിയിരിക്കുമ്പോഴാണ് നമ്മുടെ യോഹാനും പറയുന്നത്, ബെഞ്ചുളയുടെ അടുത്തിരുന്ന് യുഞ്ചിയുടെ ഫ്രണ്ടിനെ രക്ഷിച്ച പോലെ എന്റെ ചേട്ടനെയും നിങ്ങൾ രക്ഷിക്കണം. കൊച്ചുനാളിൽ തന്നെ അവന്റെ ലിവർ എല്ലാം പുറത്തെടുത്ത് അവൻ ഇതുവരെ കഷ്ടപ്പെട്ട ലൈഫാ ജീവിച്ച്, അവൻ ഇനിയും കഷ്ടപ്പെടുന്നത് എനിക്ക് കാണാൻ വയ്യ. അതുകൊണ്ട് ഞാൻ വേറെ വഴിയില്ലാത്തോണ്ട് ചോദിക്കുക, മീഹോ എന്നെ ഹെൽപ്പ് ചെയ്തേ പറ്റൂ. ഇത് കിട്ടും നമ്മുടെ മീഹോയും പറയും, എനിക്ക് എന്തായാലും എന്റെ പവർ തിരിച്ചെടുക്കണം, അതുകൊണ്ട് ആദ്യം നിന്റെ ചേട്ടന്റെ അടുത്ത് തന്നെ തുടങ്ങാം എന്നിങ്ങനെ പറഞ്ഞ് അവർ രണ്ടുപേരും നമ്മുടെ യോഹാന്റെ ചേട്ടനെ രക്ഷിക്കാൻ നോക്കുമ്പോഴാണ് നമ്മുടെ യോഹാന്റെ ചേട്ടന് പെട്ടെന്ന് ഡീമനായിട്ട് മാറി നമ്മുടെ മീഹോ ഇങ്ങനെ കൊല്ലാൻ നോക്കുന്നത്. എന്നാൽ അതേസമയം നമ്മുടെ യോഹാനെ അടക്കേറി മീഹോയെ കുത്താൻ പോയ ഡീമനെ അവന്റെ ദേഹത്തേക്ക് ഇങ്ങനെ കുത്താൻ വെക്കും. ഇത് കണ്ട് നമ്മുടെ മീഹോയും യോഹാനെ ഇങ്ങനെ രക്ഷിക്കാൻ നോക്കുമ്പോഴാണ് അതേസമയം ഡീമനും പെട്ടെന്ന് വന്ന് നമ്മുടെ മീഹോയുടെ കഴുത്തി പിടിച്ച് അവളെങ്ങനെ കൊല്ലാൻ നോക്കുന്നത്. എന്നാൽ കറക്റ്റ് സമയത്ത് നമ്മുടെ വാൻ അവിടെ വന്ന് നമ്മുടെ മീഹോ ഇങ്ങനെ രക്ഷിക്കും. എന്നാൽ ഇപ്പോ വാനിന് മുമ്പത്തെ പവർ ഇല്ലാത്തോണ്ട് ആ വൂൾഫ് ഡീമൻ പിന്നെയും വാനിനെ വന്ന് അടിച്ച് അവനെ അങ്ങ് എഴുന്നേക്കാൻ പറ്റാത്ത അവസ്ഥയിലാക്കും. എന്നിട്ട് ആ ഡീമനും നമ്മുടെ മീഹോ ഇങ്ങനെ കൊല്ലാൻ നോക്കുമ്പോഴാണ് അതേസമയം പെട്ടെന്ന് നമ്മുടെ യോഹാൻ എഴുന്നേറ്റ് അവന്റെ കത്തി കൊണ്ട് അവന്റെ ചേട്ടനെ തന്നെ ഇങ്ങനെ കുത്തുന്നത്. കത്തി കൊണ്ട് കുത്തിയ ഉടൻ ആ ഡീമൻ പെട്ടെന്ന് മനുഷ്യനായിട്ട് മാറും. എന്നിട്ട് യോഹാന്റെ ചേട്ടനും കരഞ്ഞോണ്ട് പറയും, എന്റെ അനിയൻ സന്തോഷമായിട്ട് ജീവിച്ച എനിക്ക് അത് മതി. ഇത് ഇട്ട് നമ്മുടെ യോഹാനും കരഞ്ഞോണ്ട് അവന്റെ ചേട്ടനെ അങ്ങ് കുത്തിക്കൊല്ലും. അതിനുശേഷം വാനും എഴുന്നേറ്റ് വന്ന് അവന്റെ വാള് കൊണ്ട് യോഹാന്റെ ചേട്ടനെ കൊന്നിട്ട് ഒരു കല്ലാക്കി മാറ്റും. അതിനുശേഷം ആ കല്ലെടുത്ത് നമ്മുടെ യോഹാന്റെ കൊടുത്തിട്ട് നമ്മുടെ മീഹോയെ വിളിച്ചോണ്ട് അവൻ പുറത്തു പോയി നിൽക്കും. ഇതേസമയം നമ്മുടെ യോഹാനും ആ കല്ലും പിടിച്ച് അവനും അവന്റെ ചേട്ടനെ വിചാരിച്ച് ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കും. അതിനുശേഷം ഇപ്പൊ നമ്മുടെ പാർക്കിനെ കാണിക്കുവാണ്. പാർക്കും അവന്റെ സ്ഥലത്തേക്ക് ഇങ്ങനെ കയറി ചെല്ലുമ്പോഴാണ് അവന്റെ താഴെ ഇങ്ങനെ കുറെ പേര് നിൽക്കുന്നത്. എന്നിട്ട് അവനും അവന്റെ കസാര ചെന്നിരിക്കുമ്പോ അവന്റെ അടുത്തിരുന്നോണ്ട് നമ്മുടെ യുഞ്ചി ചോദിക്കും, അങ്കിൾ ഇത്രയും നേരം എവിടെ പോയിരുന്നു എന്നിങ്ങനെ നമ്മുടെ യുഞ്ചി പാർക്കിനെ അങ്കിൾ എന്ന് വിളിച്ചതോടെ ഐലാൻഡ് എന്ന ഡ്രാമയുടെ സീസൺ 1 ഇവിടെ തീരുന്നു. ഈ ഡ്രാമ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഇതിന്റെ സീസൺ 2 റിലീസായ ഉടൻ ഞാൻ ഇടുന്നതായിരിക്കും. പുതിയൊരു ഡ്രാമയുമായി പിന്നെ കാണാം.